ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ക്ലാസ് 12ൻ്റെ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വരെ പഠിച്ചത് എന്തായിരുന്നു? നമ്മൾ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിയിരുന്നു, റോ ട്രാൻസ്ഫോർമേഷനും കോളം ട്രാൻസ്ഫോർമേഷനും. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് നമ്മളൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത റോ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കുന്ന ഒരു പ്രോബ്ലവും നമ്മൾ ചെയ്തു. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ട്രാൻസ്ഫോർമേഷൻ, എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ്റെ തന്നെ അടുത്തൊരു പ്രോബ്ലം. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് പി ബൈ എലമെൻ്ററി റോ ഓപ്പറേഷൻസ് പി ഈക്വൽ ടു 2 - 3 - 1 2. അതായത് നമുക്ക് എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ആ മെട്രിക്സിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ തന്നെ ആദ്യം തന്നെ എന്താ എഴുതണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നത്? പി ഈസ് ഈക്വൽ ടു, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എ ആയിരുന്നു നമുക്ക് മെട്രിക്സിനെ നെയിം ചെയ്ത് തന്നിരുന്നത്. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ എഴുതി? എ ഈക്വൽ ടു ഐ ഇൻറ്റു എന്ന് പറഞ്ഞ് എഴുതിയില്ലേ? അപ്പോൾ ഈ കേസിൽ എങ്ങനെ തന്നെ എഴുതണം? അപ്പോൾ നമുക്ക് പി ആണ് മെട്രിക്സ് എന്ന് നെയിം ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു പി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഈ പിയുടെ സ്ഥാനത്ത് ഏതാ എഴുതണമെന്ന് നമ്മൾ പറഞ്ഞത്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മെട്രിക്സ് എടുത്ത് എഴുതണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 - 3 - 1 2 ഈക്വൽ ടു, ഈ ഐയുടെ സ്ഥാനത്ത് എന്താ എഴുതണമെന്ന് പറഞ്ഞത്? നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മെട്രിക്സിൻ്റെ അതേ ഓർഡറിലുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മെട്രിക്സ് എന്താണ്? 2x2 മെട്രിക്സ്. അപ്പോൾ 2x2 മെട്രിക്സ് ഉള്ള 2x2 ഓർഡർ ഉള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്താ? 1 0 0 1 ഇൻറ്റു അതിന് ശേഷമുള്ള പി അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് പറഞ്ഞത്? നമ്മൾ ഈ പിയുടെ സ്ഥാനത്ത് എഴുതിയിരിക്കുന്ന ഈ മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റണം. അതായത് 1 0 0 1 എന്നാക്കി മാറ്റണം. ഓക്കെ, അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡുകൾ ഉപയോഗിക്കുന്നോ, അതായത് എന്തൊക്കെ ഓപ്പറേഷൻസ് ഉപയോഗിക്കുന്നോ അതൊക്കെ തന്നെ നമ്മൾ ഇവിടെയും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മെട്രിക്സ് കിട്ടും. അതിനെയാണ് നമ്മൾ പിയുടെ ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ 1 ആക്കാൻ പോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2. അതായത് R1നെയാണ് ഞാൻ മാറ്റുന്നത്. എങ്ങനെയാണ് മാറ്റുന്നത്? R1ഉം R2ഉം കൂടെ ആഡ് ചെയ്തിട്ടാണ് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ R1ഉം R2ഉം കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 2 + -1 2 + -1 എന്താകും? 1 എന്നാകും. അടുത്തത് -3 + 2, അല്ലെ? R1ഉം R2ഉം കൂടെ ആഡ് ചെയ്യുവാണേ. അപ്പം -3 + 2 എന്ത് വരും? -1. അപ്പം R1 ചേഞ്ച് ചെയ്തല്ലോ. ഇനി R2ന് മാറ്റം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം -1 2 അങ്ങനെ തന്നെ എഴുതുക. ഈക്വൽ ടു, ഇവിടെയും നമ്മൾ അതുപോലെ തന്നെ ചെയ്യണ്ടേ? R1ഉം R2ഉം തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ 1 + 0 1 0 + 1 1. താഴത്തെ R2ന് മാറ്റം ഉണ്ടോ? ഇല്ല. അത് 0 1 എന്ന് തന്നെ എഴുതുക. അതിനുശേഷമുള്ള പി അങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായ R1 ചേഞ്ചസ് ടു R1 + R2 നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യത്തെ എലമെൻറ്റിനെ 1 ആക്കി മാറ്റി. ഇനി അടുത്തത് എന്താ? അടുത്ത എലമെൻറ്റ് ഇതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവുക? അല്ല, നമ്മൾ താഴോട്ട് ഇങ്ങനെ പോകണമെന്നല്ലേ പറഞ്ഞിരുന്നത്? അപ്പം അടുത്ത ഈ എലമെൻറ്റിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവുക? 0 ആക്കി മാറ്റാൻ പോവുക. അപ്പം അതിനെന്താ ഞാൻ ചെയ്യാൻ പോകുന്നത്? R2 ചേഞ്ചസ് ടു, R2നെയാണ് മാറ്റുന്നത്. എങ്ങനെയാണ് മാറ്റുന്നത്? R2 + R1 R2 ചേഞ്ചസ് ടു R2 + R1 R2 R1ഉം കൂടെ ആഡ് ചെയ്തിട്ട് R2ൻ്റെ സ്ഥാനത്ത്, റോ 2ൻ്റെ സ്ഥാനത്ത് എഴുതണം. ഓക്കെ, അപ്പോൾ റോ 1ന് മാറ്റം ഉണ്ടോ? ഇല്ല. അപ്പം അതങ്ങനെ തന്നെ എഴുതുക. 1 - 1. ഇനി റോ 2 ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. എങ്ങനെ ചേഞ്ച് ചെയ്യണം? R2ഉം R1ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 1 + -1 എന്താകും? 0 -1 + 2 1. കണ്ടോ? ഈക്വൽ ടു, ഇവിടെയും അതുപോലെ തന്നെ ചെയ്യണ്ടേ? R2വിനാണ് മാറ്റം വരുന്നത്, R1ന് ചേഞ്ച് ഒന്നും ഇല്ല. അപ്പോൾ R1 എങ്ങനെ തന്നെ എഴുതുക? 1 1 അങ്ങനെ തന്നെ എഴുതുക. R2 എങ്ങനെയാണ് മാറ്റുന്നത്? R2 + R1. അപ്പോൾ 0 + 1 1 1 + 1 2. കണ്ടോ? പി അങ്ങനെ തന്നെ എഴുതുക.
ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 1 ആയി, ഇവിടെ 0 ആയി. ഇനി അടുത്ത എന്താ, ഇവിടെ 1 ആക്കണം. അത് ഓൾറെഡി 1 ആണ്. അപ്പോൾ അത് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇനി നമുക്കത് ഈ എലമെൻറ്റിനെ 0 ആക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് അതേതാ, റോ 1ലാണ്. അപ്പം R1 ചേഞ്ചസ് ടു, പിന്നെയും R1 പ്ലസ് R2 തന്നെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇവിടെ എല്ലാം റോ എടുത്തതിൻ്റെ കാരണം എന്താ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, റോ ഓപ്പറേഷൻസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ കോളം ട്രാൻസ്ഫോർമേഷൻ നമുക്കിതിൽ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ റോ എലമെൻറ്റുകൾ, റോ ട്രാൻസ്ഫോർമേഷൻസ്, അതായത് റോ ഓപ്പറേഷൻസ് മാത്രം നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 0 1 വരെയായി. ഇനി ഇതെന്താക്കണം, 0 ആക്കി മാറ്റണം. അപ്പോൾ അത് നമ്മൾ ഇതാണ് ചെയ്യാൻ പോകുന്നത്. R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2. പിന്നെ അത് പറഞ്ഞിട്ട് അപ്പുറത്തോട്ട് എഴുതാം. നോക്കിക്കേ, 1 പ്ലസ് 0 എന്താകും, 1 തന്നെ. -1 പ്ലസ് 1, അപ്പോൾ ഇവിടെ 0 ആയിട്ട് മാറും. അപ്പം 1 0 1 0 ആകുമല്ലോ ഇത്. ഇനി ഇവിടെ 1 പ്ലസ് 1, അപ്പോൾ ഇവിടെ എന്തായി, 2 ആയി. 1 പ്ലസ് 2 3 ആകും. അപ്പോൾ ഇവിടെ 2 3 എന്നായിട്ട് ഇതിന് മാറും. അപ്പോൾ നമുക്ക് ഇപ്പുറത്തോട്ട് എഴുതാം. അപ്പം നമ്മുടെ മെട്രിക്സ് എന്തായിട്ടാണ് മാറുന്നത്, 1 0 0 1 എന്നായി അത് മാറും. ഈക്വൽ ടു ഇപ്പുറത്തെ മെട്രിക്സ് എന്തായിട്ട് മാറും, 2 3 1 2. പി അങ്ങനെ തന്നെ എഴുതുക. കണ്ടോ, അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലെ പി എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റിയപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്കൊരു മെട്രിക്സ് കിട്ടി. ഈ കിട്ടിയ മെട്രിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പിയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? പിയും അതിൻ്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുന്നത്. ദെയർഫോർ പി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്, 2 3 1 2. ഇതാണ് നമ്മളുടെ പിയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ റോ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് നമ്മുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞാൽ റോ ട്രാൻസ്ഫോർമേഷൻ മാത്രമേ ഉപയോഗിച്ച് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ എപ്പോഴും ഈ ഓർഡറിൽ വേണം ഇതിനെ മാറ്റാനായിട്ട്. അതായത് ഇവിടുന്ന് തുടങ്ങി ഈ ഓർഡറിൽ വേണം എപ്പോഴും നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കി ഇതിനെ മാറ്റുന്നത്. അപ്പം നമുക്ക് എന്താ, ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ചാടുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ചാടി ഇവിടെ 0 ആക്കി, പിന്നെ നമ്മൾ ഇങ്ങോട്ട് ചാടുമ്പോൾ ചിലപ്പോൾ ഇവിടുത്തെ എലമെൻറ്റുകൾക്ക് മാറ്റം വരും. അപ്പോൾ ഇങ്ങനെ പോകുന്നതാണ് മാക്സിമം നല്ലത്. എല്ലാ കേസിലും ഇത് ശരിയാകണമെന്നില്ല, എങ്കിലും മാക്സിമം നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്കിത് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്